ഇവിടെ ഇവിടെ ഞാൻ പറയുന്നത് എൻ്റെ വാദം എന്താണ്, ഞാൻ കുറച്ചുകൂടി വിശാലമായ മാനവികതയുടെ പക്ഷത്ത് നിന്ന് ആലോചിക്കുകയാണ്. വിശാലമായ മാനവികതയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ ഈ പറയുന്ന കോടതി, ഈ പറയുന്ന സർക്കാർ, ഈ പറയുന്ന UAPA, ഈ പറയുന്ന എന്താണ് ഓരോരോ കോളങ്ങൾ, ഓരോരോ പ്രത്യയശാസ്ത്രങ്ങൾ എന്നതിനപ്പുറം കൊല്ലപ്പെടുന്നത് എല്ലാവരും മനുഷ്യരാണ് എന്ന ഒരു ആലോചന എന്ന് പറയുന്നത് കുറച്ചുകൂടി വിശാലമായ മാനവികതയാണ്. അതുപോട്ടെ, ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇവിടെ ഈ കേസ് എന്തായാലും മുഗൾ കോടതിയിലേക്ക് പോകാൻ പോകുന്നു, സുപ്രീം കോടതിയിലേക്ക് പോകാൻ പോകുന്നു. ജയകൃഷ്ണ മാസ്റ്റർ വധക്കേസ് എന്ന് പറഞ്ഞാൽ അതിനിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു. ഈ പറഞ്ഞ നിഷ്ഠൂരതയുടെ മാനദണ്ഡം വെച്ച് നോക്കിയാൽ കുട്ടികളുടെ മുന്നിലോട്ട് കൊന്നു. അതിലൊരു കുട്ടി, അന്ന് ഏറ്റവും ചെറിയ പ്രായമുണ്ടായിരുന്ന കുട്ടി, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്യുന്നു. അതിൻ്റെ ഷോക്കാണ്, അന്ന് അനുഭവിച്ച ഷോക്കാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ടായിരുന്നു. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, എന്നിട്ട് പോലും അത് സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോഴേക്കും പ്രതികളെ വെറുതെ വിടുന്നത് കണ്ടു, പ്രതികൾക്ക് തടവ് ശിക്ഷയെ ചുരുക്കുന്നത് കണ്ടു. ഒരു പ്രതിയുടെ മാത്രം ആണോ ശരിവെച്ച് അത് നടന്നിട്ടുണ്ടോ എന്നറിയില്ല. പ്രശാന്ത് പത്മനാഭൻ, ഇതിൻ്റെ മേൽക്കോടതിയിലേക്കുള്ള പ്രയാണം എന്താകും എന്നാണ് അങ്ങയുടെ ഒരു ധാരണ, അങ്ങയുടെ ഒരു ആലോചന? രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ജനറലായിട്ട് പറയാം. കാരണം സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. അതിൽ പറയുന്നത് ഇപ്പോൾ ഈ കേസിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഡെത്ത് സെൻറ്റൻസ് ഹൈക്കോടതി കൺഫേം ചെയ്യണം. സെക്ഷൻ 366 CRPC അനുസരിച്ച് ഹൈക്കോടതിയിൽ ഈ ഡെത്ത് സെൻറ്റൻസ് കൺഫേം ചെയ്യാനായിട്ട് അയക്കേണ്ടതുണ്ട്. ആ സമയത്ത് പ്രതികൾക്ക്, ഈ ശിക്ഷിക്കപ്പെട്ടവർക്ക് എല്ലാവർക്കും അപ്പീലിനുള്ള അവസരമുണ്ട്. അപ്പീൽ ഫയൽ ചെയ്യുമ്പോൾ ഹൈക്കോടതി ഇത് മുഴുവൻ എവിഡൻസും റീഅപ്രീഷിയേറ്റ് ചെയ്യും. എവിഡൻസ് റീഅപ്രീഷിയേറ്റ് ചെയ്യുന്ന അപ്പീൽ പെൻഡിങ് ആണ്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം കാണാൻ. ഒരു കേസ് കോടതിയിൽ പെൻഡിങ് ആയിട്ടുള്ള കേസിൽ പ്രതികൾക്ക് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കുന്ന രീതിയിൽ ചാനലുകളിൽ ചർച്ചകൾ പങ്കെടുക്കരുതെന്ന് അഭിഭാഷകരോട് പ്രത്യേകം സുപ്രീം കോടതി ഒരു ജഡ്ജ്മെൻറ്റിലുണ്ട്. അപ്പോൾ ആ ലിമിറ്റേഷൻ അകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നേരത്തെ പറഞ്ഞൊരു കേസിന്റെ കാര്യം അതേതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു കേസിൽ നേരത്തെ വന്നപ്പോൾ സ്കൂൾ കുട്ടികളുടെ മുന്നിലിട്ട് കൊന്ന കേസ് ഓർമ്മയിലുണ്ട്. പല കേസുകളിലും അതെ, അല്ല, അതുപോലെ പല കേസുകളിലും മുകളിലത്തെ കോടതികളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മുഴുവൻ എവിഡൻസും പുനഃപരിശോധിക്കപ്പെടും. പുനഃപരിശോധിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ വിധികളിലെ മാനദണ്ഡം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് അഹിംസയ്ക്ക് വേണ്ടി വാദിച്ച ലോകത്തെ ഏറ്റവും വലിയ അഹിംസാവാദിയുടെ രക്തസാക്ഷിത്വ ദിനമാണിന്ന്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണ്. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തെ വധിച്ചയാളെ തന്നെ തൂക്കിലേറ്റിക്കൊണ്ടാണ് ഇന്ത്യ വധശിക്ഷ റീറ്റെയിൻ ചെയ്തത്. നമുക്കൊരു ഭരണഘടന കിട്ടി, മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോഴും വധശിക്ഷ നമ്മുടെ നിയമത്തിൽ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ലെജിസ്ലേറ്റീവ് പോളിസി അല്ലെ CRPC സെക്ഷൻ 354 പറയുന്നുണ്ട്, വളരെ അപൂർവമായിട്ടുള്ള കാരണങ്ങളുടെ പുറത്താണ് വധശിക്ഷ നടപ്പാക്കേണ്ടത്. അത് ജഡ്ജി പ്രത്യേകം എഴുതണം. എന്താണ് സ്പെഷ്യൽ സർക്കംസ്റ്റൻസ്? ജീവപര്യന്തമാണ് സാധാരണ കൊടുക്കേണ്ടത്. വധശിക്ഷ കൊടുക്കുകയാണെങ്കിൽ എന്താണ് സ്പെഷ്യൽ സർക്കംസ്റ്റൻസ് എന്ന് എഴുതണം. സുപ്രീം കോടതി വളരെ നേരത്തെ തന്നെ ബച്ചൻ സിംഗ് കേസിൽ പറഞ്ഞിരുന്നു, ചില പ്രത്യേക മാനദണ്ഡങ്ങൾ നോക്കിയിട്ട് അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റൻസ്, മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസ് അതൊക്കെ നോക്കിയിട്ട് ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഇത്രയും ഹീനമായ ഒരു കൃത്യം നടന്നത്, എന്ത് സാഹചര്യങ്ങളാണ്, നേരത്തെ ഉള്ള പ്രീ മെഡിറ്റേറ്റഡ് പ്ലാൻ ആണോ അതോ പെട്ടെന്നുണ്ടായ ഒരു ആങ്കറിൻ്റെ പുറത്താണോ, പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കുറേ കാരണങ്ങൾ നോക്കിയിട്ടാണ് ഓരോ കേസിലും ഓരോ വ്യക്തിയെയും കുറ്റക്കാരനെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് വധശിക്ഷയാണോ അല്ലെങ്കിൽ വധശിക്ഷ കുറഞ്ഞ ജീവപര്യന്തമാണോ കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. ഈ ഒരു കേസിൽ 15 പേരെ ശിക്ഷിക്കുമ്പോൾ അതിനകത്ത് 8 പേർക്ക് ഡയറക്റ്റ് പങ്കുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ ആ ഗൂഢാലോചനയിൽ പങ്കുണ്ടായിരുന്നവരാണ്. അതിൻ്റെ പുറത്തുള്ള തെളിവുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ തെളിവുകൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ജഡ്ജ്മെൻറ്റിൽ. പക്ഷേ അത് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് പോകുന്നതുകൊണ്ട് അതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു പരിശോധന താൽക്കാലികമായിട്ട് സാധ്യമല്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഈ മാനദണ്ഡങ്ങൾ ഈ ട്രയൽ ജഡ്ജ് ഇതെല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. താങ്കൾ നേരത്തെ പറഞ്ഞ ശരിയാണ്, ആർക്കും നിയമം കയ്യിലെടുക്കാൻ അവകാശമില്ല. അത് ഏത് കൊലപാതകമാണെങ്കിലും അതിന് തക്കതായ ശിക്ഷ കൊടുക്കേണ്ടതുണ്ട്. നിയമവാഴ്ച ഉറപ്പാക്കേണ്ട ഒരു സമൂഹത്തിന്, ഒരു രാഷ്ട്രത്തിന്, അവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക്, പോലീസിനും കോടതികൾക്കുമൊക്കെ അത് എല്ലാവരുടെയും ജീവനും സ്വത്തിനും പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട സ്റ്റേറ്റിൻ്റെ ഒരു പ്രധാന കടമ എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡർ ബ്രേക്ക് ചെയ്യാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ആരും നിയമം കയ്യിലെടുക്കാൻ സാധ്യമല്ല. ഒരു കൊലപാതകത്തിന് പ്രതികാരമായിട്ട് വേറൊരു കൊലപാതകം ചെയ്യുന്നത് ഒരിക്കലും ജസ്റ്റിഫിക്കേഷൻ അല്ല. ആ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ നോക്കേണ്ടത് കോടതിയിൽ ഒരു കേസ് എത്തുമ്പോൾ
ഓരോ വ്യക്തികൾക്കും എന്താണ് ഇതിനകത്ത് പങ്കെന്നുള്ളത് കോടതി വിശദമായിട്ട് പരിശോധിക്കുന്നു. അതിനുശേഷം ആ കണ്ടെത്തിയ ആ കുറ്റക്കാരെന്നുള്ള കണ്ടെത്തലുകൾ ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. കണ്ടെത്തി കഴിഞ്ഞ സ്ഥിതിക്ക് അവരിൽ ഈ അപൂർവങ്ങളിൽ അപൂർവം എന്ന ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ടോ എന്നുള്ള ചോദ്യം വരുമ്പോൾ അതിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഈ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസിനകത്ത് പറയുന്ന ഒരു 1-2 കാരണങ്ങൾ ഞാൻ വായിക്കാം. അത് ഈ കേസിൽ ആപ്ലിക്കബിൾ ആണോ എന്ന് പറയണം. ഒന്ന്, റിഫർമേഷൻ അല്ലെങ്കിൽ റിഹാബിലിറ്റേഷൻ പോസിബിൾ അല്ല എന്ന് ഓരോ വധശിക്ഷ ആർക്കൊക്കെയാണോ കൊടുക്കുന്നത് അവരുടെ ഓരോരുത്തരുടെയും കേസിൽ കോടതി എഴുതണം. ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്നയാളെ റിഫോം ചെയ്യാൻ സാധ്യമല്ല, അതുകൊണ്ട് വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ഇതിൽ നടപ്പാക്കാൻ കഴിയുന്നില്ല എന്ന് എഴുതണം. രണ്ടാമത്, അക്യൂസ്ഡ് ബിലീവ് ദാറ്റ് ഹി വാസ് മോറലി ജസ്റ്റിഫൈഡ് ഇൻ കമ്മിറ്റിംഗ് ദ ഒഫൻസ്. ഇത് ഒരു കൊലപാതകത്തിന് ഒരു പ്രതികാരം എന്നുള്ള നിലയിൽ ചെയ്യുമ്പോൾ ഇതിനകത്ത് ആരെങ്കിലും ആ ഒരു മെന്റൽ സ്റ്റേജിലായിരുന്നോ, ഈ പറഞ്ഞത് ശരിയാണെന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണോ? ഇത് മിറ്റിഗേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവ സ്വഭാവം കുറയ്ക്കുന്നതാണ്. അതായത് വധശിക്ഷയ്ക്ക് പകരമായിട്ട് വേറെ എന്തെങ്കിലും ശിക്ഷ കൊടുക്കാവോ, ജീവപര്യന്തം കൊടുക്കാവോ എന്ന് നോക്കുമ്പോൾ കോടതി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ ഇതിനകത്ത് ഈ ഡെത്ത് സെന്റൻസ് എന്ന് പറയുന്നത് ഹൈലി ജഡ്ജ് സെൻട്രിക്കാന്ന് പറയും. അതായത് ചില ജഡ്ജസ്, അത് സുപ്രീം കോടതി വരെ എങ്ങനെയാണ്, ഇന്ത്യയിലെ മാത്രമല്ല അമേരിക്കയിലെ സുപ്രീം കോടതിയിലും ഒക്കെയും ചില ജഡ്ജസ് ഒരിക്കലും വധശിക്ഷ കൊടുക്കാത്ത ജഡ്ജസ് ഉണ്ട്. ഇന്ത്യൻ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് SP സിൻഹ ഉണ്ടായിരുന്നു. അദ്ദേഹം ചൈൽഡ് റേപ്പ്, മർഡർ അങ്ങനെയുള്ള കേസുകൾ പോലും ഹൈക്കോടതി വധശിക്ഷ കൊടുക്കുന്ന കേസുകളിൽ അതെല്ലാം കുറച്ചുകൊണ്ടിരുന്ന ഒരു ജഡ്ജിയാണ്. അദ്ദേഹം ഒരു വധശിക്ഷ പോലും ശരിവച്ചിട്ടില്ല. അതേസമയത്ത് ജസ്റ്റിസ് അരിജിത് പസായത്ത് അദ്ദേഹത്തിന് മുമ്പിൽ വന്ന എല്ലാ ഡെത്ത് സെന്റൻസ് കേസുകളും അത് ശരിവെക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ടത് മാനുഷികമായിട്ടുള്ള തെറ്റുകൾ ഇതിൽ പറ്റാം. ജഡ്ജസ് എന്ന് പറയുന്ന സാധാരണ മനുഷ്യരാണ്, അവർ നിയമത്തിൽ പ്രത്യേക ട്രെയിനിങ് ഉള്ളവരാണ്, അതിനകത്താണ് അവരുടെ എക്സ്പെർട്ടൈസ്. അപ്പോൾ ഇത് ആദ്യം ഹൈക്കോടതിയിലെത്തി അവിടെ ഇതെല്ലാം പരിശോധിച്ചിട്ട് ഇതിനകത്ത് ഓരോരുത്തരുടെയും ശിക്ഷ ശരിവെക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ശരിവെക്കുകയോ അല്ലെങ്കിൽ ചിലരെയൊക്കെ ചിലപ്പോൾ നിരപരാധികളെന്ന് കണ്ടെത്തി വെറുതെ വിടാം, ചിലരുടെ ശിക്ഷ കുറയ്ക്കാം. അതിനുശേഷം വീണ്ടും സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ പെറ്റീഷൻ വരും. സുപ്രീം കോടതിയിൽ ഒരു ഹിയറിംഗിന് ശേഷം ഒരു വിധി വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് 9 കേസുകളിൽ സുപ്രീം കോടതി ഡീറ്റെയിൽഡ് ആയിട്ട് വാദം പോലും കേൾക്കാതെ ഇൻലിമിനി ഡിസ്മിസൽ എന്ന് പറയും, ആദ്യത്തെ ഹിയറിംഗിൽ തന്നെ സ്പെഷ്യൽ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്ത് വധശിക്ഷ ശരിവെച്ച കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് സുപ്രീം കോടതി ശരിവെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ റിവ്യൂ ഉണ്ട്. റിവ്യൂവിന് ശേഷം ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് 5 ഏറ്റവും സീനിയർ ആയിട്ടുള്ള സുപ്രീം കോടതിയിലെ 5 ജഡ്ജിമാരുടെ മുമ്പിൽ പോകും ക്യൂറേറ്റീവ് പെറ്റീഷൻ. അതിനുശേഷം രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നിയമത്തിന്റെ കടമ്പ വളരെ വലുതാണ്. പക്ഷെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളുടെ മെന്റൽ സ്റ്റേജ് എന്ന് പറയുന്നത് അത് ജയിലിലായിരിക്കുമ്പോഴും അത് കഴിഞ്ഞ് അപ്പീൽ നടക്കുമ്പോഴും ഒക്കെ